ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സംഭവത്തിലേക്കാണ്. ഈ മാലിന്യ പ്രശ്നം കൊണ്ട് പൊറുതി മുട്ടുകയാണ് നമ്മുടെ നാട്ടിലെല്ലാവരും. ഈ പൊറുതി മുട്ടുന്നവർ തന്നെ അവനവന്റെ മാലിന്യം വേറെ സ്ഥലത്ത് എറിയുന്നതും നമുക്ക് കാണാം. ഇവിടെ തിരുവനന്തപുരത്താണ് ഇങ്ങനെ ആളുകൾ കുമിഞ്ഞുകൂടി സാധനങ്ങൾ ഇങ്ങനെ വരുന്ന വഴിക്ക് നമ്മൾ നേരത്തെ കണ്ടപ്പോൾ പോലെ സ്കൂട്ടറിൽ നിന്ന് തട്ടുന്നു, അല്ലെങ്കിൽ കാറിൽ നിന്ന് എറിയുന്നു. ഇതൊക്കെ അവസാനം ആ നാട്ടുകാർ എഴുതി വെച്ചു ഒരു ഫ്ലക്സ്. ഇനി ഇവിടെ ചവറിടുന്നവർ സത്യത്തിൽ അത് കണ്ടാൽ ഒന്ന് പേടിക്കട്ടെ എന്ന് വിചാരിച്ചാൽ നീ തുലഞ്ഞു പോകും, നശിച്ചു പോകുമെന്ന ഡയലോഗോടുകൂടിയിട്ടാണ് ഫ്ലക്സ് വെച്ചത്. ഒന്ന് ശ്രദ്ധിക്കണം, മാലിന്യ പ്രശ്നമായിരിക്കും അല്ലേ? 3 കാര്യങ്ങളുണ്ടായിരുന്നു. ആദ്യം ചവറിടരുന്ന് അവർ അപേക്ഷിച്ചു, പിന്നീട് അസുഖം വരുമെന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞു. എന്നിട്ടൊരു രക്ഷയുണ്ടായിരുന്നു. അവരുടെ നിവൃത്തികേട് കൊണ്ടായിരിക്കുമല്ലേ അവരെങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? നീ നശിച്ചു പുഴുത്തുചാ, നീ നശിച്ചു പുഴുത്തുചാ. തിരുവനന്തപുരം തിരുമല പ്ലാവിലയിലെ ഗ്രാമം. മാലിന്യക്കുന്നുകൾ കണികണ്ടുണരുന്നത് 10-ലധികം കുടുംബങ്ങൾ. ശപിക്കാതെ ഇവർക്ക് വേറെ എന്താണ് വഴി? ആദ്യം അപേക്ഷിച്ച് നോക്കി. അപേക്ഷയൊന്നും ആരും കേൾക്കണില്ല, നമ്മളെ കണ്ണു മുമ്പ് തന്നെ കൊണ്ടിട്ടിട്ട് പോകും. പിന്നീട് കാര്യം ഗൗരവത്തിൽ അറിയിച്ചു. വേസ്റ്റ് കൂടിക്കിടക്കുമ്പോൾ പട്ടികളുടെ ശല്യം ഒരുപാട് കൂടി, പട്ടികൾ വലിച്ചെടുത്ത് റോഡിൽ കൊണ്ടിടുന്നുണ്ട്. കൊതുകിന്റെ ശല്യം ഒരുപാടുണ്ടായിരുന്നു. പനി, എനിക്ക് 2 പിള്ളേരുണ്ട്, 2 ചെറിയ പിള്ളേരാണുള്ളത്. അവർക്ക് ഏത് സമയം പനിയായിരുന്നു. പിന്നെ വീട്ടിൽ ഈച്ച ശല്യം, ഭയങ്കര ഈച്ച ശല്യമാണ്. സ്മെല്ല്, രാത്രി കിടന്ന് ഉറങ്ങുമ്പോഴായാൽ പോലും നമുക്ക് ഫാൻ ഇടുമ്പോൾ ഈ പുറത്തെ സ്മെല്ലാണല്ലോ അകത്തേക്ക് വരുന്നത്. ഒടുവിൽ ഉളുപ്പുള്ളവരെങ്കിലും പിന്തിരിയട്ടെ എന്ന് കരുതി ഒരു ഫ്ലക്സ് അടിച്ചു. നിവർത്തികൾ കൊണ്ട് എഴുതിയ ഒരു വാചകമാണ്. അതൊരു നല്ല വാചകമാനുള്ള സ്ഥാപിക്കാനുള്ള ഞാൻ തയ്യാറല്ല, എന്നാൽ ഞങ്ങളെ കൊണ്ട് അത് എഴുതിപ്പിച്ചു. പ്രദേശത്തെ സ്വകാര്യ ഭൂമിയാണ് മാലിന്യ നിക്ഷേപ കേന്ദ്രമായിരിക്കുന്നത്. ഒരു CCTV വെക്കുന്നതിലേക്ക് വേണ്ടി പിന്നെ ആവശ്യം നഗരസഭയോടും പിന്നെ അസോസിയേഷനോടും എല്ലാം സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ആരും തന്നെ അതൊരു മുൻകൈ എടുത്തിട്ടില്ല ഇതുവരെയായിട്ട്. മാലിന്യം നീക്കാനുള്ള നടപടികൾ നഗരസഭ സ്വീകരിക്കുന്നുണ്ടെങ്കിലും പൂർണ്ണ പരിഹാരം അകലെയാണ്. മറ്റൊരാൾക്ക് ഈ ഗതി വരണമെന്ന് കരുതിയിട്ടല്ല, ഗതികേട് കൊണ്ടാണ് ഈ വാക്കുകൾ എഴുതി വെച്ചത്. അടിസ്ഥാനപരമായ സാമൂഹ്യ ഉത്തരവാദിത്വം ചുറ്റുമുള്ളവർ ഓർത്താൻ ഈ വരികളുമായി ഈ ഫ്ലെക്സും ഇല്ലാതാവും. നിരാഞ്ജനയ്ക്കും സുധീഷ് തിരുവല്ലയ്ക്കും രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.